ജയൻ ചേർത്തലയ്ക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. എറണാകുളം CJM കോടതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഏത് വിഷയത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ ഒരു നിയമ നടപടിയുമായി ജയൻ ചേർത്തലയ്ക്കെതിരെ നീങ്ങുന്നത്? കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിലാണോ? വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളൊക്കെ ആയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ജയൻ ചേർത്തല ഉന്നയിച്ചത്. അതായിരിക്കും സ്വാഭാവികമായും. ഉമേഷ്, അതെ, അത് തന്നെയാണ്. ഇത് നേരത്തെ ജയൻ ചേർത്തലയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 14 ജയൻ ചേർത്തല നടത്തിയ വാർത്താ സമ്മേളനം അമ്മയുടെ മുൻ വൈസ് പ്രസിഡന്റാണ്. ഈ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ ജയൻ ചേർത്തല ഉന്നയിച്ചിരുന്നു. അതായത് ായ നിർമ്മാതാക്കളുടെ സംഘടന അമ്മയിൽ നിന്ന് പണം വാങ്ങി എന്നായിരുന്നു ജയൻ ചേർത്തല മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ ആരോപണമാണ് നിർമ്മാതാക്കളെ അന്ന് ചൊടിപ്പിച്ചത്. ജയന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നിർമ്മാതാക്കൾ അന്ന് അയച്ച വക്കീൽ നോട്ടീസ് ചൂണ്ടിക്കാട്ടി. അമ്മയും നിർമ്മാതാക്കളും നടത്തിയ ശ്രമം വ്യക്തമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിലെ വരുമാനം പങ്കിടാൻ വ്യവസ്ഥ ഉണ്ടായിരുന്നുവെന്നും ഇത് അമ്മയുടെ സഹായമല്ലായിരുന്നു എന്നൊക്കെയാണെന്ന് വക്കീൽ നോട്ടീസിൽ വിശദീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ആരോപണങ്ങൾ പിൻവലിച്ച് നിരുപാധിക മാപ്പ് വരണം, അല്ലെങ്കിൽ മാനനഷ്ടത്തിന് നിയമപരമായി നീങ്ങും എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് വക്കീൽ നോട്ടീസ് അയച്ചത്. എന്നാൽ ഇതുവരെയും ജയൻ ചേർത്തല ഈ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കാനോ അല്ലെങ്കിൽ മാപ്പ് പറയാനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയമ നടപടിയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ എറണാകുളം CJM കോടതിയിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി B. രാജേഷ് ജയൻ ചേർത്തലയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ്. ഉമേഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഈ താരങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം ക്ലാഷ് ഒക്കെ ഡൈലൂട്ടായി വന്നതാണ്. അപ്പോഴാണ് ജയൻ ചേർത്തല വീണ്ടും വാർത്താ സമ്മേളനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ നടത്തുന്നത്. അതിൽ മാപ്പ് പറഞ്ഞില്ല, അതിനാൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നത്.